പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നും പ്രത്യേകിച്ച് കണ്ടൻ്റൊന്നും കൊണ്ടൊന്നുമല്ല വന്നത്. ഫിസിയോതെറാപ്പിയൊക്കെ കഴിഞ്ഞ് വന്നു. ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടേ പോവുള്ളൂ. ശനി ഞായറൊക്കെ കഴിഞ്ഞിട്ടേ പോവുള്ളൂ. ഒക്കെ കഴിഞ്ഞ് വന്ന് ഇവിടെ ഇങ്ങനെ റെസ്റ്റ് ചെയ്യുകയാണ്. ഭക്ഷണമൊന്നും കഴിക്കാനായില്ല, ഭക്ഷണമൊക്കെ കഴിക്കണം. അപ്പോൾ എല്ലാവരോടും വന്നിട്ട് ഒരുപാട് നന്ദിയൊക്കെ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നും വന്നിട്ടുള്ളത്. ഞാൻ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. ലൈവൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്, കുറേ ഫ്രണ്ട്സൊക്കെ ലൈവിൽ വരുന്നുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ലൈവിലൊക്കെ പോകുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ കുറേ ഫേക്ക് ഐ ഡി ഒക്കെ ആയിട്ട് ആൾക്കാർ ഇങ്ങനെ വരും. എന്താണ് അവരുടെ ഉദ്ദേശം എന്നുള്ളത് ഇനിയും മനസ്സിലായിട്ടില്ല. സത്യം പറഞ്ഞാൽ ആകെ 6-7 ലൈവൊക്കെ ഞാൻ ചെയ്തുള്ളൂ. വന്നിട്ടിങ്ങനെ ഫേക്ക് ഐ ഡിയിൽ വന്നിട്ട് ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങൾ ഇങ്ങനെ ഓരോന്നിങ്ങനെ പറയാണ്. നമുക്ക് മെസ്സേജൊക്കെ സ്പാം മെസ്സേജൊക്കെ കളയേണ്ട ഓപ്ഷനൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ചിലപ്പോൾ അത് ചെയ്തില്ലെങ്കിൽ നമുക്ക് എല്ലാ മെസ്സേജും ചിലപ്പോൾ കിട്ടില്ല. ഫ്രണ്ട്സിൻ്റെ എല്ലാം ചിലപ്പോൾ കിട്ടാണ്ടാവും. അപ്പോൾ നമ്മളത് ഓണാക്കി വെക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവർ സ്പാം മെസ്സേജസ് ഓരോ വേണ്ടാത്തതൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ വരും. അവർ നോക്കുന്നില്ല ഇത് ലൈവിൽ ആരാണ്. ഒരു പെണ്ണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ആ ലൈവിൽ കയറിയിട്ട് എന്തും പറയാമെന്നുള്ള ഒരു ഇത് ഒന്നുമില്ലെങ്കിൽ മനുഷ്യന്മാർ തന്നെയല്ലേ എല്ലാവരും. എല്ലാവർക്കും ആ ഒരു ബോധം എല്ലാവർക്കും വേണ്ടേ. മനുഷ്യന്മാർ ആണ്. പിന്നെ അവരെ സിറ്റുവേഷൻ എങ്ങനെയാണ്, അവരെ പ്രൊഫൈലിലൊക്കെ നോക്കുക, അവരെങ്ങനെയുള്ള ആളാണ്. ഇതെന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ആൾക്കാരുണ്ടായിരിക്കാം. ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവുമായിരിക്കും. ഇതൊക്കെ ചെയ്യുന്നവരെല്ലാം അതൊക്കെ ഒരാളെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഞാൻ ലൈവ് ചെയ്യുന്നതും ഞാൻ എന്താണെന്നുള്ളതും എൻ്റെ പ്രൊഫൈൽ നോക്കിയാലും ഞാൻ സംസാരിക്കുന്ന രീതി കണ്ടാലും ആൾക്കാർക്ക് മനസ്സിലാവും. പിന്നെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ടും പിന്നെ എന്താ പറയണ്ടേ, വെറുതെ സീൻ ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെ വന്നിട്ട് മോശം പറയാമെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വളരെ എന്താ പറയണ്ടേ വൃത്തികെട്ട സ്വഭാവമുള്ളവർക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റൂ. പിന്നെ ധൈര്യമുള്ളവരാണെങ്കിൽ ശരിക്കും അവരുടെ ഒറിജിനൽ ഐ ഡി അവരാരാണെന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ട് അവർക്ക് എന്നോട് പറയാൻ ധൈര്യം ഉണ്ടെങ്കിൽ അത് പിന്നെ അവരെ നമുക്ക് എന്താ പറയണ്ടേ അവരെ നമുക്ക് ഇതാക്കിയല്ലേ പറ്റുള്ളൂ. അത്രക്ക് ധൈര്യമുള്ളവർ വന്നിട്ട് പറയണം. അവർ ഒറിജിനൽ ഐ ഡിയിൽ അവരാരാണെന്നും കൂടെ പറഞ്ഞുകൊണ്ട് വന്നിട്ട് അവർ പറയണം. കാരണം ഞാൻ ആർക്കും ഇതുവരെ ഒരു ദ്രോഹം ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ വന്നിട്ട് പറയുന്നതെന്നും എനിക്കറിയില്ല. പക്ഷെ അതൊന്നും നമ്മളെ ബാധിക്കില്ല കേട്ടോ. നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ നമുക്ക് പോസിറ്റീവ് നെഗറ്റീവായിട്ടുള്ള പല കമൻസും നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതുമാതിരിയുള്ള യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നത്. ഇതിപ്പോൾ എന്നെപ്പോലെയുള്ള ഒരു ചെറിയൊരു യൂട്യൂബർക്ക് ഇങ്ങനെയാണെങ്കിൽ വലിയ ഫേമസ് ആയ ആൾക്കാർ പിന്നെ ഇതൊന്നും മൈൻഡ് ചെയ്യില്ല. ഫേമസ് ആയവരൊന്നും പിന്നെ അധികം ഫേമസ് ആയവരൊന്നും പിന്നെ ഇതൊന്നും മൈൻഡ് ചെയ്യില്ലല്ലോ. പിന്നെ നമ്മളെപ്പോലെയുള്ളവരടുത്ത് വന്നിട്ട് എന്തും ചോദിക്കുക പറയാന്നുള്ളൊരു പിന്നെ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തൽക്കാലം ഫേക്ക് ഐ ഡീസിൽ വരുന്നവർ നിർത്തിവെക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ എൻ്റെ ഫ്രണ്ട്സും എന്നെ അറിയുന്നവരും പോസിറ്റീവ് വൈബ് മാത്രം തരുന്ന ഒരുപാട് ആൾക്കാർ ലൈവിൽ വരുന്നുണ്ട്. ഒരുപാട് നല്ല ആൾക്കാർ വരുന്നുണ്ട്. നല്ല എന്താ പറയണ്ടേ ഹൈ ലെവലിൽ നിൽക്കുന്നവർ വന്നിട്ട് സംസാരിക്കുന്നുണ്ട്. എല്ലാവരും അത്രയും നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് എല്ലാവരും സംസാരിക്കുന്നത്. അപ്പോൾ എല്ലാവരിൽ നിന്നും എന്താണ് ഇതൊക്കെ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എല്ലാവരുടെ അടുത്തും ഇനിയും ഇതൊക്കെ പ്രതീക്ഷിക്കുന്നു. ഒരുപാട് നിങ്ങളുടെ നന്ദി നിങ്ങളോടുള്ള നന്ദി എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങളോടുള്ള നന്ദി എങ്ങനെയാണ് പറയേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ എന്താണ് പറയാം, ഇനി ഭക്ഷണമൊക്കെ കഴിക്കണം. ഭക്ഷണമൊക്കെ കഴിച്ച് റെസ്റ്റൊക്കെ എടുക്കണം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനും ഭക്ഷണമൊക്കെ കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇനി ഒരുപാട് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് നന്ദി. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഞാനിനി ഭക്ഷണം കഴിക്കട്ടെ. ഓക്കെ.